ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട വെച്ചിട്ടുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള റെഡിയായ ടൈമിൽ നമ്മളിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അലിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിലോട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചതാട്ടോ, നന്നായിട്ട് തന്നെ ഉടച്ച് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഉടച്ചെടുക്കാൻ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന് മുകളിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ ഇത്തിരി വെള്ളമോ ഓയിലോ ഇതാക്കിയതിന് ശേഷം കയ്യിലിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മുടെ പുഴുങ്ങി വെച്ച കാടമുട്ട കേട്ടോ, അത് എടുത്തിട്ട് ഇതിന് സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നാല് പുറത്തുനിന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം മഴ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള ബോളും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളൊക്കെ വഴറ്റുന്ന ടൈമിൽ ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അതൊക്കെ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലോട്ട് ഒരു 3.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള് അധികം വേണ്ട. നമ്മുടെ മാവിൽ ഉരുളക്കിഴങ്ങിന് നേരത്തെ ഉപ്പിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഇത്തിരി മതി. പിന്നെ അതുപോലെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാണ് നമ്മുടെ കാടമുട്ട ബോണ്ട മുക്കി പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് വീണ്ടും ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഓരോ ബോണ്ട ഈ മാവിലകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാവ് നന്നായിട്ട് വെന്തതാണല്ലോ, പുറത്തുള്ള ഈ കോട്ടിങ് ചെയ്തത് മാത്രം ഒന്ന് കളറൊന്ന് മാറിക്കിട്ടുന്ന വരെ എണ്ണയിൽ തിരിച്ച് മറിച്ചിട്ടിട്ട് കരിഞ്ഞു പോകാത്ത വിധം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല
ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.